ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെ പേസ്റ്റിന്റെ കാലി ട്യൂബ് ഉണ്ടെങ്കിൽ കളയേണ്ട കേട്ടോ. ഇത് വെച്ച് നമുക്ക് നല്ലൊരു ക്ലീനിങ് ഏജന്റ് ആക്കി മാറ്റാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് കോൾഗേറ്റ് ആയാലും ഏത് തരത്തിലുള്ള പേസ്റ്റ് ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനായി ഞാൻ ഇതിന്റെ ഈ സെന്റർ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ വെള്ളത്തിലിട്ട് കൊടുക്കുക ചെയ്യണത്. അപ്പോൾ ഞാനിതിനായി വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം എത്ര പേസ്റ്റ് വേണമെങ്കിലും നമ്മുടെ കാലി ട്യൂബ് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക കേട്ടോ. അത്രയും നല്ലൊരു അടിപൊളി ക്ലീനിങ് ഏജന്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കരുത്. നന്നായി തിളയ്ക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ വെള്ളം കയറി ഇതിലെല്ലാം കംപ്ലീറ്റ് ഇതും ഇതിലേക്ക് നന്നായി അലിഞ്ഞ് ചേരും കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കുറച്ച് നേരം വരെ തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇതാ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ഇടുമ്പോൾ നന്നായി ഒന്ന് പൊങ്ങിപ്പോയി. ഇപ്പോൾ കണ്ടാൽ നല്ല പത വന്നിട്ടുണ്ട്. ഇത് നല്ലൊരു ക്ലീനിങ് ഏജന്റ് ആണ് കേട്ടോ. നമുക്ക് എന്ത് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഉപകരിക്കും. ഇതിലേക്ക് മറ്റ് ഒരു ലിക്വിഡോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. ജസ്റ്റ് ഇത് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതുപോലെ വെട്ടി തിളച്ചതിന് ശേഷം ഇത് ഞാനെടുത്ത് പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ അരിച്ചതാണ് കേട്ടോ നമുക്ക് ആവശ്യം എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇനി ഇതുകൊണ്ട് നമുക്ക് നമ്മുടെ വാഷ് ഫേസ് ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ക്ലോസറ്റ് ഒക്കെ ക്ലീൻ ചെയ്യാനും എളുപ്പത്തിൽ പറ്റും. അപ്പം മറ്റൊന്നും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ട. അതായത് വാഷ് ഫേസ് കണ്ടോ നന്നായി ചളി പിടിച്ച് ഒരു കരിമ്പം പോലെ വന്നിട്ടുണ്ട് കണ്ടോ ഇത്. അപ്പോൾ ഇതിലേക്ക് ഇത് കുറച്ച് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ മറ്റൊന്നും ഒഴിക്കുന്നില്ല. ലിക്വിഡോ കാര്യങ്ങളോ ഡിഷ് വാഷറോ ഒന്നും ഞാൻ ഒഴിക്കുന്നില്ല. അത് ജസ്റ്റ് ഞാനൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ചേരിൻ്റെ തുപ്പ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കണ്ടോ ഇത് നന്നായി ഇതിൻ്റെ ഈ അഴുക്കൊക്കെ നന്നായി ഒന്ന് ഇളകുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇത് വെച്ച് നമ്മുടെ സിങ്ക് വാഷ് ബേസ് ഒക്കെ നന്നായി ചളി പോക്കാൻ പറ്റും. കണ്ടോ ഞാനിത് കഴുകി എടുത്തപ്പോൾ തന്നെ ആ ഒരു കറക്റ്റ് വൃത്തി നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടി വേറെ സോപ്പോ അതുപോലെ തന്നെ സോപ്പ് പൊടിയോ ലിക്വിഡോ ഒന്നും വേണ്ട. ഈ ഒരു ഇത് ഉണ്ടെങ്കിൽ തന്നെ നല്ല ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസിൻ്റെ അടുപ്പൊക്കെ നമുക്ക് നല്ല വൃത്തിയിൽ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും ഈ ഒരു ഇത് വെച്ചിട്ട്. ഗ്യാസിൻ്റെ അടുപ്പൊക്കെ നമുക്ക് ഇതിലേക്ക് മുക്കിയെടുത്തതിന് ശേഷം കണ്ടോ ഈ നല്ല അത്യാവശ്യം അയക്ക് പിടിച്ചിട്ടുള്ള ഗ്യാസ് അടുപ്പൊക്കെ നന്നായി ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ആദ്യം കുറച്ച് നന്നായി മുക്കിയെടുത്തതിന് ശേഷം ഒന്ന് തുടച്ച് കൊടുക്കുക. അതിനുശേഷം നന്നായി പിഴിഞ്ഞ കോട്ടൻ്റെ തുണി ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ച് കൊടുത്താൽ തന്നെ നല്ല വൃത്തിയായി വരും കണ്ടോ. അപ്പോൾ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഗ്യാസ് അടുപ്പൊക്കെ നല്ല ക്ലീൻ ആക്കാനൊക്കെ ഈ ഒരു ടിപ്പ് മാത്രം മതി കേട്ടോ കണ്ടോ. അപ്പോൾ അത് നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്യാം. ഇനി ബാക്കിയുള്ളത് ഞാൻ നമ്മുടെ ക്ലോസറ്റിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ക്ലോസറ്റിൽ ഒഴിച്ച് പ്രത്യേകിച്ച് നമ്മൾ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ക്ലോസറ്റിലൊക്കെ നമ്മൾ ഒഴിച്ച് കൊടുത്തൊരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഫ്ലഷ് അടിച്ചാൽ മതി കേട്ടോ. നല്ല വൃത്തിയാവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ച് രാത്രിയൊക്കെ ഇതുപോലെ ഒന്ന് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഒന്ന് ഫ്ലഷ് അടിച്ചാൽ തന്നെ നല്ലൊരു വൃത്തി ഉണ്ടാകും.